ഈ തൃണമൂൽ ദേശീയ നേതൃത്വമായിട്ട് അൻവർ ഖാൻ്റെ കോണ്ടാക്ട് മുറിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഗ്രൂപ്പ് അതേമാതിരി ജില്ലാ കമ്മിറ്റി ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്. എന്നും അടിയാണ്. ആരാണ് ഇതിൻ്റെ ആളുകൾ എന്ന് വരെ ചോദിക്കൽ തുടങ്ങിയത്. നമുക്ക് വ്യക്തമായിട്ട് നമുക്കൊരു സ്ഥാനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കാൻ കഴിയണ്ടേ? പണം വരുന്നതിൽ ദുരൂഹതയില്ല, ഉണ്ടോയെന്നറിയില്ല. പണം ചിലവ് നമുക്കറിയില്ല. തൃണമൂൽ യൂത്ത് കോൺഗ്രസുമായിട്ടുള്ള എൻ്റെ എല്ലാ ബന്ധവും അവസാനിപ്പിച്ച് ഞാൻ ഇടതുപക്ഷമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു എന്ന് പറയാനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെന്നോട് ചോദിക്കും, എന്താണിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനൊരു തീരുമാനം എടുക്കാനുള്ള കാരണമെന്ന്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് സുഹൃത്തും തൃണമൂൽ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ നേതാവായിട്ടുള്ള ഹുസൈൻ തങ്ങളാണ്. ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇനിയുണ്ട്. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു കാരണം, നമ്മൾ നേരത്തെ അൻവർ ഉയർത്തിയ വിഷയങ്ങൾ, PV അൻവർ ഉയർത്തിയ വിഷയങ്ങളിൽ അദ്ദേഹത്തോട് ഐക്യപ്പെട്ടാണ് ഞങ്ങളെല്ലാവരും, കുറേ ആൾക്കാർ അന്ന് നാടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോയത്. അപ്പോൾ അതിൽ നിന്ന് ആ സംവിധാനങ്ങളൊക്കെ മൂപ്പര് മറക്കുകയും മറ്റ് പല മേഖലയിലേക്കും ഇപ്പോൾ UDF എത്താനുള്ള ഒരു പാലം എന്ന രീതിയിൽ ആ ആശയങ്ങളെ ഉപയോഗിക്കുകയൊക്കെ ചെയ്ത് പിന്നീട് ഒരു ചർച്ചയും കാര്യങ്ങളൊന്നുമില്ലാതെ മൂപ്പര് തന്നെ തീരുമാനങ്ങൾ എടുക്കുകയൊക്കെ ചെയ്തപ്പം നമുക്കുണ്ടാകുന്ന ചില പ്രതിസന്ധികൾ കൊണ്ടാണ് ഇങ്ങനൊരു കടുത്ത തീരുമാനം എടുക്കേണ്ടി വന്നത്. അപ്പം അതിൽ അദ്ദേഹം ഉയർത്തിയ പല വിഷയങ്ങളും അവസാനിക്കുകയും ഇപ്പം ഇന്ത്യയിൽ തന്നെ പൗരത്വ പ്രതിസന്ധി, ഇപ്പം ഞങ്ങൾ ബംഗാളിലുള്ളൊരു പാർട്ടിയാണ്. അപ്പം SIRമായി ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സ്റ്റേറ്റ് എന്ന രീതിയിൽ ബംഗാളിൽ അതിനെ നേരിട്ട രീതിയോടുള്ള ചില വിഷയങ്ങൾ, അപ്പോൾ ഇവിടെ അതിനെ പരിഹരിക്കാൻ സർക്കാർ തന്നെ ഒരു നേറ്റിവിറ്റി കാർഡ് എന്ന് പറയുന്ന വലിയ ഒരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഇന്നോവേറ്റീവായിട്ടുള്ള ഈ പ്രതിസന്ധിയെ മറികടക്കാനുള്ളൊരു സംവിധാനം ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവരികയൊക്കെ ചെയ്തപ്പം, അത് മാത്രമല്ല അന്ന് ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന പല ആശങ്കകൾക്കും പരിഹാരമായി എന്നുള്ളതുകൊണ്ട് ഇനി ഇടതുപക്ഷത്തോട് ചേർന്ന് പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം. എൻ്റെ കൂടെ ഇനിയും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതിലുള്ളത് ഹുസൈനാണ്. ഹുസൈൻ അവിടുത്തെ ജില്ലാ യൂത്തിൻ്റെ നേതാവാണ്. മണ്ഡലം അൻവർ ഖാൻ്റെ മണ്ഡലത്തിൻ്റെ പ്രസിഡൻ്റാണ്. കോൺഗ്രസിൻ്റെ തൃണമൂൽ കോൺഗ്രസിൻ്റെ അൻവർക്കുള്ള ഇടവണ്ണ മണ്ഡലത്തിൻ്റെ പ്രസിഡൻ്റ് കൂടിയാണ് മൂപ്പര്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട്. ഇനി എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. അല്ല, അൻവർ ഖാൻ്റെ നമ്മളെ ബാധിച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ചാൽ, ഒന്ന് മൂപ്പരെ തുടക്കത്തിൽ പറഞ്ഞ ഒരു വിഷയത്തിൽ ഉപ്പല്ല. നേരത്തെ തുടക്കത്തിൽ അദ്ദേഹം ഉയർത്തിയിരുന്നൊരു വിഷയം, അപ്പോൾ UDF വേണ്ടി അതെല്ലാം മൈൽഡാക്കി വെച്ച് മൂപ്പര് അതൊക്കെ പറയാതിരിക്കുകയും നമ്മളൊക്കെ അതിലാവേശം കൊണ്ട് പോയ ആൾക്കാരാണ്. രണ്ടാമത്തെ ഒരു പ്രശ്നം, സംഘടന എന്നുള്ള രീതിയിൽ മൂപ്പരിത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. വിട്ടുവരുന്നവർ ഞങ്ങൾ എല്ലാവരും മാതൃസംഘടനകളിലേക്ക് തിരിച്ചു പോകാമെന്നുള്ള. അപ്പോൾ ഞാനൊക്കെ CPM ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പം വേറെയും ചില ആൾക്കാർ CPM ലോക്കൽ സെക്രട്ടറി ആയിരുന്നവർ, ഏരിയ കമ്മിറ്റിയിലുള്ളവരൊക്കെ അതിലുണ്ട്. അവരൊക്കെ തിരിച്ച് പാർട്ടികളിലേക്ക് തന്നെ പോവുക എന്നുള്ള. ഇപ്പോൾ DYFIയുടെ നേതാവായിരുന്നു ഹുസൈൻ. ഞങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലേക്ക് മടങ്ങുക എന്നുള്ള ഒരു തീരുമാനത്തിലാണുള്ളത്. ആ തെറ്റ് നമ്മൾ തിരുത്തുക എന്നുള്ളതാണല്ലോ. ആരെ അറിയിച്ചോ ചോദിച്ചാൽ അങ്ങനെ ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ചോദിച്ചാൽ എത്ര പേരുണ്ടാവും? അതെ, എല്ലാവരും ഒരു ആശങ്കയല്ല. ഇപ്പം നിങ്ങൾ സജി മഞ്ഞക്കടമ്പനോട് ചോദിച്ചാൽ പോലും, ഞാൻ ഇപ്പോൾ ഓപ്പണായിട്ട് ലീഡറിൽ കൂടെ ഉള്ളൊരു പ്രധാന മഞ്ഞക്കടമ്പനോട്, ഹംസ ഖാനോടൊക്കെ ചോദിച്ചാലും അവർക്കൊക്കെ ഈ ആശങ്ക ഉണ്ട്. അവരൊന്നും ഇതിനകത്ത് എന്താണ് ചർച്ച. അപ്പം ബേപ്പൂര് നിൽക്കരുത് എന്ന് ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ചാൽ, ബേപ്പൂരിൽ നിന്ന് ജയിച്ച് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ഈ തൃണമൂൽ ദേശീയ നേതൃത്വമായിട്ട് അൻവർ ഖാൻ്റെ കോണ്ടാക്ട് മുറിഞ്ഞിട്ടുണ്ട്. അതും ഒരു സംഘടന എന്ന രീതിയിൽ വലിയൊരു പ്രതിസന്ധിയാണ്. ഇവിടുന്ന് പറയുമ്പോൾ അൻവർ ബന്ധപ്പെട്ടിരുന്നു. ഇപ്പം ഞാൻ മാത്രമല്ല, ഇപ്പോൾ KT അബ്ദുറഹ്മാൻ കുറച്ച് മുമ്പ് പോയില്ലേ. എല്ലാവരും ഈ ആശങ്ക പങ്കുവച്ചാണ് പോയത്. നമ്മൾ പോവാന്ന് പറഞ്ഞേ, പോകണ്ടെന്ന് തന്നെയല്ലേ പറയാം. തീർച്ചയായിട്ടും നമുക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന് തന്നെയല്ലേ പറയാം. അതിൽ
ഇപ്പോൾ മൂപ്പരുടെ സ്വകാര്യ സ്വത്ത് വർദ്ധിച്ചതിനെക്കുറിച്ചൊന്നും എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ സംഘടന എന്ന രീതിയിൽ പൈസ വരുന്നതും പോകുന്നതൊന്നും സംഘടനയിൽ ചർച്ച ചെയ്യുന്നൊന്നുമില്ല. എവിടുന്ന് വരുന്നു, എവിടെ പോകുന്നു. ഇപ്പോൾ ഈ ഇലക്ഷൻ തന്നെ ഫണ്ട് എവിടെ നിന്നാണ്, ആരാണ് ഫണ്ട് കൊടുക്കുന്നത്, എങ്ങനെയാണ് ഫണ്ട് ചിലവഴിക്കുന്നത്, അങ്ങനത്തെ ഒരു ആലോചന ഒരു സംഘടനയാകുമ്പോൾ അതിനകത്ത് വേണ്ടേ? അങ്ങനത്തെ ഒരു ആലോചനയും നടന്നിട്ടില്ല ഇതുവരെ. ആലോചിച്ചു ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോർ ടീമിലുള്ള ആളാണ്. ഞാനോ ഇപ്പോൾ സജി മഞ്ഞക്കടമ്പനോ ഹംസക്കയോ അല്ലെങ്കിൽ KT-യോ ആരും ഇതൊന്നും അറിയുന്നില്ല. എത്ര പൈസ കിട്ടിയെന്ന് അറിയില്ല, ഞങ്ങളറിയില്ല. ചോദിച്ചപ്പോഴൊക്കെ അതിൽ കൂടുതൽ ചിലവാക്കിയിട്ടുണ്ടല്ലോ എന്നുള്ളതാണ് മറുപടി. സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നത് ആ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിലൊന്നും അത്ര ഫണ്ട് കിട്ടിയിട്ടില്ല. അങ്ങനെയൊക്കെ ചോദിച്ചാൽ കള്ളപ്പണം, അതെ അല്ല അതാണ് ഇതിലിപ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങളൊക്കെ ഇരുട്ടിലാണ് എല്ലാ വിഷയത്തിലും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം മൂപ്പരെ കേന്ദ്രീകരിച്ചൊരു ഇന്നോവ യാത്രക്കാരുണ്ട്, മൂപ്പരെ കൂടെ എപ്പോഴും ഉള്ള ആൾക്കാർ. അവരാണ് തീരുമാനം. ഇപ്പോൾ പ്രസീത പറഞ്ഞ അതേ ആരോപണം തന്നെയാണ് എനിക്കുള്ളത്. അവരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, അവരുടെ ഗൈഡൻസിലാണ് മുന്നോട്ട് പോകുന്നത്. അതിന് ശക്തമായി ഞാൻ ഈ ബേപ്പൂർ മത്സരിക്കുന്നതിന് ശക്തമായ എതിരായിരുന്നു. ഇപ്പോൾ UDF-ന് അത്ര വലിയ ഒരു ക്യാമ്പയിനറായി മൂപ്പര് വന്നിട്ട് അവർക്ക് ഒരു വിക്റ്റിമാകുന്ന രീതിയിലേക്കാണ് പോകുന്നത്. അവിടെ പരാജയപ്പെട്ടാൽ ഒരു രാഷ്ട്രീയ ആത്മഹത്യ ഉണ്ടാവും. ഇതൊക്കെ കമ്മിറ്റിയിൽ ഞാൻ പറഞ്ഞു, പേഴ്സണലായി പോയി പറഞ്ഞു, മൂപ്പരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന എല്ലാവരോടും പറഞ്ഞു. പണം വരുന്നതിൽ ദുരൂഹതയില്ല, ഉണ്ടോയെന്നറിയില്ല. പണം ചിലവ് നമുക്കറിയില്ല. ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ പാർട്ടി മൂപ്പരുടെ അജണ്ടയിലില്ല. അപ്പം നമ്മളൊക്കെ മൂപ്പരുടെ കൂടെ പോകുമ്പോൾ ഒരു സംവിധാനം വേണമല്ലോ. പുള്ളി ആഗ്രഹിക്കുന്നത് പുള്ളിയുടെ ചില കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, അതിന് നമ്മളൊക്കെ ഒരു വിക്റ്റിമാകുക എന്നുള്ളൊരു പ്രശ്നം ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. അങ്ങോട്ടാണ് പോകുന്നത്. മരുമോനിസം ഇപ്പോൾ മൂപ്പർക്ക് തന്നെ പ്രത്യേകിച്ച് BJP അത് ഏറ്റെടുത്തതോടെ ഇപ്പം കമ്മ്യൂണിറ്റിക്കകത്ത്, മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്തൊക്കെ എന്തിനപ്പം അങ്ങനെ പറയണമെന്നുള്ള ഒരു ചെറിയ നരേഷൻ കയറി വന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ബംഗാളിൽ പോകുന്നുണ്ടോന്നാ? അല്ലല്ല, ഞാൻ പെടുത്തുകാരൻ തന്നെയല്ലേ. ബംഗാളിലെ തൃണമൂൽ ദേശീയ നേതൃത്വമായിട്ട് സംസാരിച്ചിരുന്നൊക്കെ ഞാനാണ്. അഭിഷേക് ബാനർജി, ഡെറിക് ഒബ്രയാണ്. അല്ല അങ്ങനെ വേണേൽ പറയാം. ഇതിൽ ദേശീയ നേതൃത്വമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മൂപ്പരിപ്പോൾ തയ്യാറല്ല. അപ്പോൾ ഇതിൽ ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധി എന്താ വെച്ചാൽ, ഇപ്പം ഇവിടെ വളരെ തുറന്നു പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 2 തൃണമൂൽ കോൺഗ്രസ്, അതെ ഡെറിക്കിനെ ഇവിടെ പറ്റിച്ചിട്ടൊന്നുമില്ല. ഇതിലെ പ്രശ്നം എന്താ വെച്ചാൽ അവരോടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറല്ല മൂപ്പര്. അങ്ങനെ പ്രശ്നമുണ്ടല്ലോ. ഇപ്പോൾ ഡെറിക് ഒബ്രയാണായാലും അതേപോലെ അഭിഷേക് ബാനർജി ആയാലും അവർ കമ്മ്യൂണിക്കേഷൻ വളരെ ഫോളോ അപ്പ് ഒക്കെ വളരെ കറക്റ്റാണ്. പക്ഷേ നമ്മളാൾ കറക്റ്റ് അവരോട് സംസാരിക്കില്ല, പ്രതികരണങ്ങൾ കൊടുക്കില്ല. ഇതിൻ്റെ ഇടയിൽ മീഡിയേറ്ററായിരുന്ന ഞാനാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായത്. അവർ ഓരോ കാര്യങ്ങൾ ചോദിക്കും. അവരിപ്പം ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ നമ്മളെവിടെയൊക്കെ മത്സരിച്ചു, എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്, അത് ചോദിച്ചിട്ട് നിരവധി തവണ വിളിച്ചു. പക്ഷെ അതിനൊന്നും കൊടുക്കാൻ ഒരു ഡാറ്റ എൻ്റെ കയ്യിലില്ല, ആരും തരുന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ ഈ ഹെഡേക്ക് ഞാൻ എടുക്കണ്ടല്ലോ, നമുക്ക് അറിയണ പണികൾ വേറെ ഉണ്ടല്ലോ. അതുകൊണ്ട് പറഞ്ഞല്ലോ, തങ്ങൾ ഞാൻ വന്നപ്പം CPM-ൽ എൻ്റെ കൂടെ വന്ന ആളായിരുന്നു. അപ്പോൾ പിന്നെ പോകുമ്പോൾ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ അങ്ങനെ കൂടെ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഇപ്പം നിങ്ങൾ ശരിക്കൊന്ന് ഇതിനൊരു സംഘടനാ സംവിധാനം ഒന്നും നമ്മുടെ നാട്ടിനകത്തൊന്നും ഇല്ല. ഇപ്പം അൻവർ ഖാൻ്റെ മണ്ഡലത്തിൽ തന്നെ, അൻവർ ഖാൻ്റെ നാട്ടിൽ തന്നെ ഇതിനൊരു സംവിധാനമില്ല. ഒരു കമ്മിറ്റിയോ കാര്യങ്ങളോ. ഈ ഓഫീസുകൾ എന്ന് പറഞ്ഞാൽ പഴയ കുറച്ച് സെറ്റപ്പുകളുള്ള ഓഫീസുകളൊക്കെ മാറ്റി സംവിധാനമുണ്ട്. കംപ്ലീറ്റ് പോയി. ഇപ്പം നിങ്ങൾ ശരിക്കൊന്ന് ബന്ധപ്പെട്ടാൽ എല്ലാവരും ഇപ്പോൾ സജി മഞ്ഞക്കടമ്പൻ തന്നെ ഇപ്പം അനുഭവിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ മൂപ്പര് ഒരു വട്ടം BJP പോയി, പിന്നെ തിരിച്ചു വന്നു. ഇനി അങ്ങോട്ട് പോകാൻ വയ്യല്ലോ. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോകുന്നതാണ് ചോദിച്ചത്. അപ്പോൾ ആ ഒരു വല്ലാത്ത പ്രതിസന്ധി വേണ്ട എന്നുള്ളതുകൊണ്ടാണ്. ഇതിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഗ്രൂപ്പ് അതേമാതിരി ജില്ലാ കമ്മിറ്റി ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്. എന്നും അടിയാണ്. ആരാണ് ഇതിൻ്റെ ആളുകൾ എന്ന് വരെ ചോദിക്കൽ തുടങ്ങിയത്. നമുക്ക് വ്യക്തമായിട്ട് നമുക്കൊരു സ്ഥാനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കാൻ കഴിയണ്ടേ? ഇലക്ഷനോട് കൂടി എന്നുള്ളതല്ല, ഇതിന് മുന്നേ ഏകദേശം തീർന്നിക്കണ്. എങ്ങനെയെങ്കിലും UDF-ക്ക് കയറി പറ്റുക എന്നുള്ളതായിരുന്നു മൂപ്പരെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു ഇത്. ആ UDF കയറുന്ന പൂതി
ഇപ്പോൾ അതൊന്നും ഈ പറയാൻ ഇലക്ഷൻ പറ്റില്ല. കഴിയുന്നതോട് കൂടി മൂപ്പർക്ക് അതും തീരും. അല്ല, അൻവർക്ക എങ്ങനെ റിയാക്ട് ചെയ്യാന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതാണ് ഇതിലൊരു പ്രശ്നം. ഇപ്പം ഞാൻ ഇന്നിപ്പോൾ ഇത് പറഞ്ഞതിന് എന്തൊക്കെയാ പറയാൻ പറ്റൂല. അതെ 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 അതെ. അല്ല പിന്നെ ഞങ്ങൾ എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ്. വിഷയം അപ്പം ഇനി എന്തെങ്കിലും ചോദിക്കാനില്ലെങ്കിൽ അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.